ഈ വരുന്ന IPL ടീമുകളുടെ ക്യാപ്റ്റന്മാരെ നമുക്ക് പെട്ടെന്നൊന്ന് പരിചയപ്പെടാം. കാരണം ക്യാപ്റ്റൻസി ചില ടീമുകളുടെ ക്യാപ്റ്റന്മാർ ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല, ചില ടീമുകളെ തീരുമാനിച്ചു, ചില ടീമുകളുടെ ക്യാപ്റ്റന്മാർ മിക്കവാറും അവിടെ തന്നെ ആവും എന്നുള്ളൊരു ഏകദേശ ധാരണയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് നമുക്ക് പരിചയപ്പെടാം. ആദ്യം നമ്മൾ മുംബൈയിലേക്ക് പോകുന്നു. മേരാ ടീം, എൻ്റെ ടീമാണ് മുംബൈ. മുംബൈയുടെ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ ഒരു മാറ്റവുമില്ല. കഴിഞ്ഞ സീസണിൽ ഹാർദിക് പാണ്ഡ്യ ആയിരുന്നു. രോഹിത് ശർമ്മ അവിടെ കളിക്കാരനായിട്ട് അവിടെ തന്നെയുണ്ട്. ഹാർദിക് പാണ്ഡ്യ തന്നെയാണ് ക്യാപ്റ്റനിൽ മാറ്റമൊന്നുമില്ല. നെക്സ്റ്റ് ചെന്നൈ സൂപ്പർ കിങ്സ്. തലയുടെ ധോണിയല്ല, ധോണിയുടെ ചെന്നൈ സൂപ്പർ കിങ്സ്. എന്നാൽ അതിൽ ട്രേഡിലൂടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ന്യൂസിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു ടീമാണ് ചെന്നൈ. സഞ്ജുവിനെ അവർ ട്രേഡിലൂടെ ചെന്നൈയിലേക്ക് എത്തിച്ചു. ചെന്നൈയിൽ നിന്ന് സാം കരണും ജഡേജയും രാജസ്ഥാനിലേക്കും പോയി. അപ്പോൾ നമ്മുടെ രാജസ്ഥാൻ്റെ ക്യാപ്റ്റനും കൂടി ആയിരുന്ന സഞ്ജുവിനെ ടീമിലെത്തിയപ്പോൾ സഞ്ജുവിനെ ക്യാപ്റ്റനാക്കുമോ എന്നൊരു അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് അഭ്യൂഹങ്ങൾക്കൊക്കെ വിടാം. ഋതുരാജ് ഗെയ്ക്വാദ് തന്നെയാണ് ചെന്നൈയുടെ ക്യാപ്റ്റൻ. അപ്പോൾ ചെന്നൈയുടെ ക്യാപ്റ്റൻ ഗെയ്ക്വാദ് തന്നെയാണ്. പിന്നെ ഡൽഹിയുടെ ക്യാപ്റ്റൻ അക്ഷർ പട്ടേൽ. കഴിഞ്ഞ സീസണിൽ തുടക്കം മനോഹരമായിരുന്നു. 3 കളി ഒരുമിച്ച് ജയിച്ചുകൊണ്ട് ടേബിളിൻ്റെ തലപ്പത്തൊക്കെ ഏതാണ്ട് എത്തിയിരുന്ന ഡൽഹി പിന്നെ തോൽവികൾ വന്ന് പിന്നെ താഴേക്ക് പോയി. അപ്പോൾ അക്ഷർ പട്ടേലിനെ ഒന്നും കൂടി അവർ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അക്ഷർ പട്ടേൽ തന്നെയായിരിക്കും ഡൽഹിയുടെ ക്യാപ്റ്റൻ. നെക്സ്റ്റ് ലക്നൗവിൻ്റെ ക്യാപ്റ്റൻ ഋഷഭ് പന്ത്. ഗോയങ്ക് മിക്കവാറും ഋഷഭ് പന്തിന് തന്നെയായിരിക്കും പരിഗണന കൊടുക്കുന്നത്. ഋഷഭ് പന്തിനെ ആയിരിക്കും ക്യാപ്റ്റൻ. കാരണം 27 കോടി മുടക്കി ഋഷഭ് പന്തിനെ ലക്നൗവിൽ എത്തിച്ചിട്ടുണ്ട് വെച്ചെങ്കിൽ എന്തായാലും ഋഷഭ് പന്ത് തന്നെയായിരിക്കും ക്യാപ്റ്റൻ. കഴിഞ്ഞ സീസണിൽ ബാറ്റിംഗ് വലിയ പ്രകടന സുഖം ഉണ്ടായിരുന്നില്ല. അവസാന മത്സരത്തിൽ സെഞ്ചുറി അടിച്ച് ഒഴിച്ച് നിർത്തിയാൽ എന്നാലും കുഴപ്പമൊന്നുമില്ല. ഈ സീസണിൽ എന്തായാലും പന്ത് തന്നെയായിരിക്കും ലക്നൗവിൻ്റെ ക്യാപ്റ്റൻ. നെക്സ്റ്റ് ഗുജറാത്ത് ടൈറ്റൻസ്. ഒരു മാറ്റമൊന്നുമില്ല. ഋഷഭ് പന്തല്ലാട്ടോ. ശുഭ്മാൻ ഗിൽ, ഇന്ത്യയുടെ ടെസ്റ്റ് ഏകദിന ക്യാപ്റ്റനായ ശുഭ്മാൻ ഗിൽ തന്നെയായിരിക്കും ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ക്യാപ്റ്റനും. ഇന്ത്യയുടെ 2020-യിൽ ഏത് നേരവും എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ക്യാപ്റ്റനാകാമെന്നുള്ള സാഹചര്യത്തിൽ കൂടിയിട്ടാണ് ശുഭ്മാൻ ഗിൽ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഗുജറാത്തിൻ്റെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ തന്നെ. നെക്സ്റ്റ് സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ക്യാപ്റ്റൻ പാറ്റ് കമിൻസ്. വലിയ മാറ്റമൊന്നും അവസരത്തിൽ കഴിഞ്ഞ സീസണിലും പാറ്റ് കമിൻസ് തന്നെയായിരുന്നു. ഈ സീസണിലും പാറ്റ് കമിൻസ്. വലിയ മാറ്റമുണ്ടാവാനുള്ള സാധ്യതകളൊന്നുമില്ല. നെക്സ്റ്റ് KKR. തീരുമാനമാവാതെ KKR നിൽക്കുന്നു. ഇതുവരെ ക്യാപ്റ്റനെ പ്രഖ്യാപിച്ചിട്ടില്ല. കഴിഞ്ഞ സീസണിൽ അജിങ്ക്യ രഹാനെയായിരുന്നു. പക്ഷേ ഈ സീസണിൽ ആരാവും എന്നറിയില്ല. കഴിഞ്ഞ സീസണിൽ ടീമും ക്യാപ്റ്റനും ഏകദേശം ഫ്ലോപ്പായിരുന്നു. അത് കാരണം മിക്കവാറും പുതിയ ക്യാപ്റ്റൻ എടുക്കാനാണ് സാധ്യത. താരലേലത്തിൽ മിക്കവാറും ഒരു കളിക്കാരനെ എടുത്ത് ആ കളിക്കാരനെ ക്യാപ്റ്റനാക്കി വാഴിക്കാനായിരിക്കും മാനേജ്മെൻറ്റിന് തീരുമാനം. അത് കാരണം കൊണ്ട് ക്യാപ്റ്റൻ ആരാണെന്ന് അറിയില്ല, തീരുമാനിച്ചിട്ടില്ല. അടുത്തത് ബാംഗ്ലൂർ RCB, ദി കറന്റ് ചാമ്പ്യൻസ്. എന്തായാലും രജിത് പട്ടിദാർ തന്നെയായിരിക്കും ക്യാപ്റ്റൻ. കാരണം 17 സീസണും കപ്പില്ലാതെ 18ാമത്തെ സീസൺ ലാസ്റ്റ് സീസണിൽ കപ്പ് എടുത്തപ്പോൾ അതിൻ്റെ ക്യാപ്റ്റൻ നമ്മുടെ രജിത് പട്ടിദാർ ആയിരുന്നു. അപ്പോൾ പട്ടിദാർ തന്നെയായിരിക്കും ക്യാപ്റ്റൻ. കാരണം ദീർഘനാളുകളായി രാഹുൽ ദ്രാവിഡ്, അനിൽ കുംബ്ലെ, കോഹ്ലി തന്നെ ഒരു കുറേ വർഷങ്ങളായിട്ട് ക്യാപ്റ്റനായിരുന്നപ്പോൾ ഒന്നും കിട്ടാത്ത കപ്പ് കഴിഞ്ഞ സീസണിൽ രജിത് പട്ടിദാർ ആദ്യത്തെ സീസണിൽ തന്നെ നേടിക്കൊടുത്തത് കൊണ്ട് പട്ടിദാറിന് തന്നെയാകും വീണ്ടും ചാൻസ്. അതിൽ വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങൾ ഒന്നും ഇല്ല. നെക്സ്റ്റ് രാജസ്ഥാൻ. ചെന്നൈയിൽ നിന്ന് ട്രേഡിലൂടെ രാജസ്ഥാനിലേക്ക് എത്തിയ ചെന്നൈയുടെ മാനസപുത്രൻ രവീന്ദ്ര ജഡേജ ക്യാപ്റ്റനാകുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം. ഇനി എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ എന്നറിയില്ല. അപ്പോൾ അവിടെയും രാജസ്ഥാനിലും ക്യാപ്റ്റൻ തീരുമാനിച്ചിട്ടില്ല. ഇനിയിപ്പോൾ കഷ്ടപ്പെട്ട് ചെന്നൈയിൽ നിന്ന് രാജസ്ഥാനിലേക്ക് പറിച്ച് നട്ട ജഡേജ 37 വയസ്സുണ്ട്. അദ്ദേഹം ഒരു ക്യാപ്റ്റൻസി ആവശ്യപ്പെടുകയാണെങ്കിൽ കൊടുക്കാതിരിക്കാനും ചിലപ്പോൾ രാജസ്ഥാന് പറ്റില്ല, ചിലപ്പോൾ കൊടുത്തു പോകും. അപ്പോൾ അതിൻ്റെ തീരുമാനമായിട്ടില്ല. അപ്പോൾ രാജസ്ഥാൻ്റെയും KKRൻ്റെയാണ് ക്യാപ്റ്റൻസി തീരുമാനമാവാത്തത്. ബാക്കിയുള്ളൊക്കെ ഒരുവിധം എല്ലാവരും ക്യാപ്റ്റന്മാരെയും